അവൻ മാറ്റാനായിട്ട് അവൻ തയ്യാറായില്ല. അവൻ അതുകൊണ്ട് എന്താണ്, ഞാനൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്റെ മകളെ ഞാൻ എന്താ ബലി അർപ്പിച്ചേക്കാം, അല്ലെ മകളെ എന്ന് പറയുന്നില്ല, തിരിച്ചു വരുമ്പോൾ കാണുന്ന എന്തിനെയാണോ അതിനെ ഞാൻ യാഗം അർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഗിദെയോന്റെ കാര്യത്തിൽ ശിംശോന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശിംശോൻ ഹി വാസ് ഓൾവേസ് ഡ്രിവൺ ബൈ ഹിസ് പാഷൻ. അവന്റെ ഇച്ഛകളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ അവനെ കാണുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ വളരെ ഫാസ്റ്റായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. ഇനി നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന കാര്യം, ഈ ആത്മനിയന്ത്രിതാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയിൽ ഒരു പക്ഷേ അവന് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ആത്മാവ് തിരികെ പോകുമെന്നുള്ളതാണ്. തിരികെ പോകുമോ? സങ്കീർത്തനം 51 അധ്യായത്തിന്റെ 11 വാക്യത്തില് ദാവീദ് ആ സങ്കീർത്തനം എഴുതിയതിന്റെ ടൈറ്റിൽ വായിക്കാൻ നമുക്കറിയാം. ദാവീദിന്റെ പശ്ചാത്താപ സങ്കീർത്തനമാണിത്. ബത്ശേബയുടെ അടുത്ത് അവൻ പോയി, അതിനുശേഷം നാഥാൻ പ്രവാചകൻ അവനോട് ചെന്ന് നീ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനെ തിരിച്ചറിയുകയും നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു, ശരിയായിട്ടുള്ള കുറ്റബോധം. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പുറകെയുള്ള മനുഷ്യനെ, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല. അവൻ പാപം ചെയ്തിട്ടില്ലാത്തതല്ല. When he was informed about his sin, he was ready to cry before God and accept and confess his sin. അവൻ പറയുന്നത് this is my sin, ഇതെന്റെ പാപമാണ്. കത്തോലിക്കലൊരു മേയ കുൾപ്പ മാക്സിമ കുൾപ്പ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് പറയുന്നത് പോലെ അവൻ പറയാണ് this is my sin. അവൻ ആരുടെ മേലെ കുറ്റം ആരോപിച്ചു. അത് അതിന് റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങ് പാപം ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ അങ്ങ് പറ്റിപ്പോയെന്നൊന്നും അവന് പറയുന്നില്ല. ഷുഡ് ബി വെരി കെയർഫുൾ. പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ? വി കൺഫസ് അവർ സിൻ. നമ്മൾ നമ്മുടെ പാപത്തെ ഏറ്റുപറയാണ്. പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ അടുത്തതായിട്ട് പാവബോധം ഉണ്ടായപ്പോൾ അവന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്നുള്ളതാണ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. എന്താ അതിന്റെ അർത്ഥം? അഭിഷിക്തനായാലും പാപത്തിൽ വസിച്ചാൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് എടുക്കുമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ടേക്ക് നോട്ട് ദൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേടി, ഒന്നുകിൽ നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ പോകുമോ, എന്തൊക്കെ ഉണ്ടോ, അപ്പൊ കൃപാവരങ്ങൾ പോകുമോ പോകുന്നുള്ള വലിയ പേടിയാണ്. ഏറ്റവും പേടി അന്യഭാഷ പോകുന്നതാണ്. PG ഓറീസ് പ്രാവശ്യം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ എന്നോട് PG ഓറീസ് ചോദിച്ചു, സജി ഈ പെന്തിക്കോസുകാരുടെ കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് കൂടെ, പെന്തിക്കോസുകാരുടെ കൂട്ടത്തില് ഈ പാപം ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ പിന്നെയും വന്നിരുന്ന ആളുകൾ ഇങ്ങനെ ജീവിതത്തിനൊരു വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഇവർ ആരാധന ചെയ്യുന്നതിന്റെ കാര്യം എന്നറിയാം. ഞാൻ പറഞ്ഞു ആയിരുന്നു ഒത്തിരി പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് ഇത് 1986 85 മറ്റോ എന്നോട് ഞങ്ങൾ പ്രധാനം പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ഈ പെന്തിക്കോസ് 84 അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ആരെങ്കിലും ഒരുത്തൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ പേടി ഇവന്റെ അന്യഭാഷ പോയെന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് മീറ്റിംഗിന് ചെന്നിരുന്ന ഇവൻ ആദ്യം നോക്കുന്നത് ഇപ്പോഴും എനിക്ക് അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടോ എന്നാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി ഒരു എക്സ്റ്റാറ്റിക് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അന്യഭാഷ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ചിന്ത എന്നാണെന്നറിയാം, കുഴപ്പമില്ല, ഈ പാവം വലിയ പാവമൊന്നും അല്ലെന്ന് ഇവന്റെ ചിന്ത. കാര്യം പാവം ചെയ്തിട്ടും എന്താ പറയാൻ പറ്റുന്നുണ്ട്, ഇപ്പം അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ട്. അപ്പം പിന്നെ ഇത് ദൈവം ഇതിനെ കൂടെ അഭിഷേകം ചെയ്യുന്ന അവന്റെ പിന്നെ ഇത് ചെയ്യാൻ അവൻ ഒരു മടിയില്ല. കാര്യം ഇത് ചെയ്താലും എന്താ പോകത്തില്ല, അന്യഭാഷ പോകത്തില്ല. പിന്നെ ഇങ്ങനെ ഓരോരോ പാപം ചെയ്യുമ്പോഴും ഇവന്റെ മനസ്സിലെ ചിന്ത എന്നറിയാമോ, എന്റെ അന്യഭാഷ പോയോ എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കും അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടോ. ഫൈനലി എന്തോ ചെയ്താലും കുഴപ്പമില്ലാത്ത നിലയിൽ ഇവന്റെ മനസ്സ് മരവിച്ചവനായി പോകുന്നു. പക്ഷേ ഇവനിൽ നിന്ന് ആത്മാവ് നേരത്തെ തന്നെ പോകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം. ആത്മാവ് പോയാലും ചിലപ്പം അന്യഭാഷ വന്നെന്നിരിക്കും, ശക്തി തുടർന്നെന്നിരിക്കുമെന്നൊക്കെയാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം. അത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ ഒരു വഞ്ചനയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ അഭാവത്തിലും ശക്തി തുടരുന്നത് ശിംശോന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് ഇല്ലേ. ശിംശോന്റെ മേൽ ആത്മാവ് ആവസിക്കുന്ന സംഭവത്തിന്റെ വിവരണം നമ്മൾ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 13-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ബിഗാൻ ടു സ്റ്റിർ ഹിം. മഹനേദാനിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. ചാപ്റ്റർ 13:25 ഞാൻ വായിച്ചത്. സ്റ്റിർ, ഫാമോ, അജിറ്റേറ്റ്, ബീറ്റ് റെഗുലർലി. അവനോട് അവനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്നു. എന്താ അതിന്റെ അർത്ഥം? ആദ്യത്തെ ഭാഗം പറയുന്നു. അവനോട് പറഞ്ഞറിയാമോ, സാംസൺ, ഐ ഹാവ് കോൾഡ് യു വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. അവനോട് ദൈവാത്മാവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോട് ദൈവാത്മാവിനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവനോട് ഓർപ്പിച്ചു ദൗത്യം എന്താണ്, നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവനത്ര സീരിയസ് അല്ലായിരുന്നു. എന്നാൽ 14-ാം വാക്യത്തിൽ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവനൊരു ബാലസിംഹത്തെ, ഒരു ആട്ടിൻകുട്ടി എന്ന പോലെ അവനെ
കീറിക്കളഞ്ഞു. ബാലസിംഹം എന്ന് എഴുതിയിരിക്കുന്നത് സിംഹക്കുട്ടി എന്നുള്ള അർത്ഥത്തില്ല, യങ് ലയൺ. അല്ലാതെ നമ്മൾ ബാലസിംഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, എന്തുവാ കൊച്ചു ഒരു സിംഹക്കുട്ടി എന്നുള്ളതില്ല, അല്ല, യങ് ലയൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രായമുള്ള സിംഹത്തെയുമല്ല, ഒരു കൊച്ചു സിംഹത്തെയുമല്ല, ഒരു രീതിയിലും മാനുഷികമായി കീഴ്പ്പെടുത്താൻ കഴിയാത്ത ശക്തമായ ഒരു യങ് ലയണിനെ അവൻ എന്ത് ചെയ്തു? കീറിക്കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ശക്തിയോടെ വന്നു. 14-19 വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ 30 പേരെ കൊന്ന് ആ വസ്ത്രങ്ങളെ എടുത്ത് കടം വീട്ടിയവർക്ക് കൊടുക്കുന്നു. 15-14 വാക്യം മുതൽ വായിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനൊരു കഴുതയുടെ പച്ചത്താടിയെല്ലാം കൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ വായിച്ചങ്ങ് പോവുകയാണ്. 15-20 വാക്യത്തിൽ അവൻ 20 വർഷം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. ഇനി നിങ്ങൾ വായിക്കണം 16 1 വാക്യത്തിൽ. അനന്തരം ശിംശോൻ ഓക്കെ. 15-ാം അധ്യായത്തിന്റെ 14 വാക്യത്തിലും അവൻ അത്ഭുത പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ കാണുന്നത് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവന്റെ ബന്ധനങ്ങൾ അവന്റെ മേൽ ദ്രവിച്ചുപോയി. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലാം എടുത്ത് 1000 പേരെ കൊന്നു. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. 16-ാം അധ്യായം 1 വാക്യത്തിൽ ഒരു വലിയൊരു പിന്മാറ്റം ഉണ്ടാവുകയാണ്. അവൻ ഒരു വേശ്യയുടെ അടുത്ത്, അതിന്റെ അടുത്ത ആ രാത്രിയിൽ അവൻ ആ വേശ്യയുടെ അടുത്ത് എന്ന വേശ്യയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ രാത്രിയിലും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ? അവൻ അർദ്ധരാത്രി ആയപ്പോൾ എഴുന്നേറ്റ് എന്ത് ചെയ്തു? പട്ടണത്തിന്റെ എന്താണ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും, പട്ടണത്തിലെ അവൻ താമസിച്ച വീടിന്റെ കഥകല്ല, സിറ്റി വാൾ എന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ഡോർ അല്ല, സിറ്റി വാളിൽ പതിച്ചിരുന്ന ആ വലിയ കഥക് അവൻ എന്ത് ചെയ്തു? ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് തോളെ വെച്ചുകൊണ്ട് ജസ്വന്റെ പേര്. അപ്പൊ ശക്തി വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടില്ല. എന്തുവാ? യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. പിന്നെ ഒരിക്കലും എഴുതിയിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് അവൻ അത്ഭുതം പ്രവർത്തിച്ചപ്പോഴെല്ലാം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നാണ്. ഇല്ലേ? നമ്മൾ നോർമലി അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. പക്ഷെ അവിടെ എന്താ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്? അവൻ പരിശുദ്ധാത്മാവൻ അവന്റെ മേൽ വന്നു ചെയ്യുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവിനെ വിട്ട് കളഞ്ഞിട്ടും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എപ്പോഴേ പോയി? അവൻ വേശ്യയുമായിട്ട് അവനൊരു വേശ്യയുടെ അടുത്ത് ചെന്നു, തീർന്നു, ഫിനിഷ്. 20 വർഷം ന്യായപാലനം ചെയ്തു. അതുവരെ എന്തുണ്ടായിരുന്നു അവന്റെ കൂടെ? ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അവിടെ ശക്തി ഇല്ലാതെയും എന്ത് ചെയ്യണം? വേശ്യയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് വരുന്നില്ല. വേശ്യയുടെ വീട്ടിൽ എന്താണ്? ദൈവത്തിന്റെ യഹോവയുടെ ആത്മാവ് വരത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണമെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നത്. പാളയത്തിൽ എല്ലാവരും, പ്രഭാതം 32-ാം അധ്യായത്തിൽ പാളയത്തിൽ ജനങ്ങളെല്ലാവരും വിഗ്രഹാരാധികളായി ദൈവത്തെ നിഷേധിക്കുന്ന സമയത്ത് 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോശ ഒരു കൂടാരമെടുത്തു. അത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. എന്നിട്ട് എഴുതിയിരിക്കുന്നത് യഹോവയെ അന്വേഷിക്കുന്ന നോക്കി ആ കൂടാരത്തിലേക്ക് ചെല്ലും. പാളയത്തിനകത്ത് അടിച്ചില്ല. എന്തുകൊണ്ട് അടിച്ചില്ല? പാളയത്തിനകത്ത് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് അവിടെ വരത്തില്ല. യഹോവയെ അന്വേഷിക്കുന്ന എന്ത് ചെയ്യണം? അശുദ്ധിയുടെ പാളയം വിട്ടിട്ട് പാളയത്തിന് പുറത്ത് ദൂരത്ത് ചെല്ലണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നതുപോലെ വേശ്യയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ശിംശോന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിന് വരാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവന് കൊടുത്ത ആ ദാനമുണ്ടല്ലോ, ഗിഫ്റ്റ്, ശക്തിയുടെ ആ ഗിഫ്റ്റ്, അതവൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അവൻ വേശ്യയുടെ അടുത്ത് പോകുന്നതിനും ശക്തി പ്രകടിപ്പിച്ചേക്കണം. എന്നാൽ ഇപ്പോൾ അവനിൽ ദൈവമില്ല. 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്പോൾ ശിംശോൻ അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഇപ്പോ അതിന്റെ താഴോട്ടുള്ള 7-ാമത്തെ വാക്യത്തിലാണ് വീണ്ടും നമ്മൾ കാണുന്ന അവൻ ശക്തി പ്രകടിപ്പിച്ചു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോഴത്തെ ഫെരിസ്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത 7 പച്ച ഞാണുകൾ അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അത് അവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. അവനോട് ശിംശോനെ ഫെലിസ്ത്യത വരുന്നു പറഞ്ഞു. ഉടനെ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ വീണ്ടും ശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പുതിയ ആളുടെ മടിയിലാണ്, അല്ലേ? 1-ാം വാക്യത്തിൽ ഒരാളുടെ മടിയിൽ, 3-ാം വാക്യം കഴിഞ്ഞപ്പോഴത്തേക്ക് 4-ാമത്തെ വാക്യത്തിൽ വന്നപ്പോഴത്തേക്ക് അടുത്ത ആളുടെ മടിയിലായി, ഇല്ലേ? ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് പോലെയാണ് അവൻ ആളെ ചേഞ്ച് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ പോകാനായിട്ട് പറ്റത്തില്ല. എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പിന്നീട് ഇങ്ങോട്ടുള്ള ആ ഭാഗങ്ങൾ ദലീല അതിനകത്ത് പറയുന്ന ഓരോ ഭാഗങ്ങളിൽ വരുമ്പോഴും
അവൾ അവനെ അങ്ങ് എന്താ കുറെ കരഞ്ഞു കാണിച്ചു, കാര്യം സാധിച്ചു. ഇവന്റെ അടുത്ത് അത് മതി എന്നുള്ള ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവന് ശരീരം മാത്രമല്ല മനസ്സ് മാർക്ക് കൊടുക്കുന്നുണ്ട്, ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അവരവനെ കാര്യമായിട്ട് കളിപ്പിക്കുകയും ചെയ്യും. കരഞ്ഞു കാണിച്ചേച്ച് ഇവരെല്ലാവരും കളിപ്പിക്കും. ഇവൻ ആദ്യം തിമ്നയിലെ ഫെലിസ്തീയ പെണ്ണിന്റെ അടുത്ത് പോകുന്നുണ്ട്, 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് റിഡിൽ ആൾക്കാരോട് പറഞ്ഞു. പിറ്റേ ദിവസം എന്താ ഈ പെങ്കൊച്ച് വന്നിട്ട് കുറച്ച് കരഞ്ഞു കാണിച്ചു. കുറച്ച് കരഞ്ഞു കാണിച്ചപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു, അവന്റെ ശരീരം അവൻ പറഞ്ഞു, എന്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ നിന്നോട് പറയുമെന്നൊക്കെ ആദ്യമൊക്കെ ചോദിച്ചു ഇല്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും ഇവന് ഈ കുറച്ച് കരഞ്ഞു കണ്ടപ്പോഴത്തേക്ക് എന്താണ് ആ കാര്യങ്ങൾ റില്ല് പറഞ്ഞു കൊടുക്കുകയാണ്. റില്ല് പറഞ്ഞു കൊടുക്കുന്നുള്ളത് തന്നെയല്ല, അവൾ എന്ത് ചെയ്യുന്നു, അവൾ കളിപ്പിക്കുകയാണ്. അതെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടായോ? ഇപ്പോ ഇവന് 16-ാം അധ്യായത്തിൽ ഗസയിൽ വെച്ച് കാണുന്ന പെണ്ണുണ്ടല്ലോ, അവളും ഇവൻ എവിടെ താമസിക്കുന്നുള്ളത് മറ്റോട് പറഞ്ഞുകൊണ്ടാണ് അവനോട് താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്തു, ന്യൂസ് കൊടുത്തു കഴിഞ്ഞു ഇല്ലേ. ദലീലയുടെ കാര്യം എന്താണ്, ദലീല ഉൾമുറിയിൽ ആളുകളെ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവനെ പിടിക്കാൻ വേണ്ടി. പക്ഷെ ഇവൾ കരഞ്ഞു കാണിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒടുവിലൊക്കെ എഴുതിയിരിക്കുന്നത് വളരെ തമാശയാണ്. അതിന്റെ 16-ാം വാക്യത്തിൽ കാണിച്ചിരിക്കുന്നതിനാണ്, അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു. എവിടെ ഇവന്റെ ആത്മാവ്? The spirit has gone, already gone. ഇപ്പോഴെന്തേ ഉള്ളൂ? ആ ശക്തി അധികം കുഴപ്പമില്ലാതെ ഒക്കെ എങ്ങനെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 16-ാമത്തെ 7-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 7 പച്ച ഞാൻ പൊട്ടിച്ചു, 11-ാം വാക്യത്തിൽ പുതിയ കയർ പൊട്ടിച്ചു, 13-ാം അധ്യായത്തിൽ അവന്റെ 7 ജടകളിന്മേൽ കെട്ടിയിരുന്ന 7 നൂൽപ്പാവ് പൊട്ടിച്ചു കളഞ്ഞ് എപ്പോഴും ശക്തി പ്രകടിപ്പിച്ചു. പക്ഷെ ഇവിടെ ഒന്നും എന്തെഴുതിയിട്ടില്ല, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. എന്നാൽ എപ്പോഴാണ് അവന്റെ നിന്ന് ആത്മാവ് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നറിയാം? ഉടമ്പടിയുടെ സമ്പൂർണ്ണമായ ലംഘനം നടക്കുമ്പോഴാണ്. ഏറ്റവും ആദ്യം തൊട്ട് തന്നെ ഇവൻ ദൈവിക കാര്യങ്ങളിൽ സീരിയസ് അല്ലാതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവനെ സംബന്ധിച്ചുള്ള നാസീർ വ്രതസ്ഥൻ എന്ന നിലയിലാണ് നമുക്കറിയാം, അവനൊരു നാസീർ വ്രതസ്ഥനായിരുന്നു. എന്നാൽ ഈ നാസീർ വ്രതസ്ഥനായിരുന്ന ഈ വ്യക്തി കുറെ കാലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ഉടമ്പടിയുടെ ചിഹ്നമായ മുടി ഒരു വേശ്യയ്ക്ക് വേണ്ടി അവൻ മുറിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടും ദൈവാത്മാവിനെ വിട്ടുപോകുന്നത്. 20-ാം വാക്യത്തിൽ യഹോവ തന്നെ വിട്ടു എന്നറിയാതെ, ഇത് ഒറ്റ ദിവസത്തെ പരാജയമല്ല, നാസിർ വ്രതത്തിന് യോജിക്കാത്ത ജീവിതത്തിൽ ഓരോ സമയത്തും ദൈവാത്മാവ് അവന് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. നാസിർ വ്രതത്തിന്റെ ഒത്തിരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ മൊത്തമായിട്ട് കാണുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട അവന്റെ മുടി മുറിക്കാൻ പാടില്ല. അതാണ് ഇവിടെ അവസാനമായിട്ട് ലംഘിച്ചിരിക്കുന്നത്. കാര്യം അവന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവൻ ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടാൻ പാടില്ല, വീഞ്ഞും മദ്യവും ഉപയോഗിക്കാൻ പാടില്ല, ഫെർമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ലഹരി ഉണ്ടാക്കുന്ന യാതൊരു സാധനങ്ങളും അവന് ഉപയോഗിക്കാൻ പാടില്ല, മരിച്ച ശവത്തിന്റെ അടുത്ത് അവന് ചെല്ലാൻ പാടില്ല. പക്ഷെ ഇവന് താഴോട്ട് ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം അവൻ ചെല്ലുന്നത് തന്നെ എവിടെയാണ്? അവൻ കൊന്ന സിംഹത്തിന്റെ ശവത്തിന്റെ അടുത്ത് അവൻ ആദ്യം ചെല്ലുന്നത് എന്ന് തന്നെയല്ല, അതിനകത്തുനിന്ന് അവൻ തേൻ എടുത്തിട്ട് ഭക്ഷിക്കുന്നതാണ്. അപ്പൊ നാസിർ വ്രതം ഒന്നും ഇവൻ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ഏറ്റവും ഇവിടെ യഹോവ തന്നെ വിട്ടു, 20-ാം വാക്യത്തിൽ യഹോവനെ വിട്ടു എന്നറിയാതെ, നേരത്തെ തന്നെ ആത്മാവ് പോയിരുന്നു, ശക്തി പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് യഹോവ വിട്ടു എന്നുള്ളത് അവന് അറിയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, അപകടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശക്തി കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ പലപ്പോഴും യഹോവ എപ്പോഴാണ് വിട്ടുപോയെന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ അതൊരു വലിയൊരു ഡിസപ്ഷനാണ്. എന്നാൽ ഇവനത് വലിയൊരു വിഷയമല്ല, ആത്മാവ് പോയെന്നുള്ളത് ഇവന് വിഷയവുമല്ല. 16-ാമത്തെ 28-ാം വാക്യത്തിൽ അവൻ അവസാനം യഹോവയോട് അപേക്ഷിക്കുന്നത് ശക്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ശക്തി തരണമെന്ന് പറയുന്നത്. ആത്മാവിനെ തരണമെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ശക്തി തരണേ. കാരണം അവന്റെ മനസ്സിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? ശക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും നമ്മുടെ പരാജയം നമ്മൾ ആത്മാവിനെയല്ല ആഗ്രഹിക്കുന്നത്, ശക്തിയെയാണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവാത്മാവില്ലാത്ത ശക്തിയുടെ അവസാന പ്രകടനം കാണുമ്പോൾ 3000 പേരെ അവൻ കൊന്നു, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആരും ചാകുന്നുണ്ട്, അവനും ചാകുകയാണ്. അപ്പൊ ദൈവാത്മാവില്ലാത്ത ശക്തി പ്രകടനം തീർച്ചയായും നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇതൊക്കെ ഈ കാലയളവിലേക്ക് വളരെ പ്രസക്തമായ കാര്യമാണ്. ആത്മാവ് പോയാലും ശക്തി തുടരുന്ന അവസ്ഥ ഇന്നും പലരിലും നടക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം